عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله مولانا العظيم وصدق وبلغ برسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ നോമ്പോടുകൂടി ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി അല്ലാഹുവിന്റെ ഭവനത്തിൽ നമ്മെ ഒരുമിപ്പിച്ചതുപോലെ നാളെ അവന്റെ കബനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഒരുമിക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമായ മുഴുവൻ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം പടച്ച റബ്ബ് പൊരുത്തപ്പെടുന്ന നിലയിൽ പരിശുദ്ധമായ റമളാനോടുകൂടി പരിവർത്തനപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെതാകുന്നതായ വിധികൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഈമാൻ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ പരിശുദ്ധമായ റമളാനിന്റെ ഓരോ ദിനരാത്രങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾക്ക് നരകമോചനം നൽകുമ്പോൾ നമ്മുടെ ശ്മശാന ഭൂമിയിൽ അന്തിയുറങ്ങുന്ന ഞങ്ങളുടെ മുന്നോടുകൾക്ക് മുഴുവനും അല്ലാഹു നരകമോചനം നൽകി സ്വർഗപ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിൽ ഇഫ്താർ നടത്തുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയെല്ലാം സമ്പൂർണ്ണമായി സ്വീകരിച്ച് ഇഫ്താറുകൾക്ക് എന്ത് പ്രതിഫലങ്ങളാണോ പടച്ച റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതൊക്കെയും നൽകി ജീവിതത്തിൽ എല്ലാവിധ ഖൈറിന്റെ പുരോഗതിയും ഖൈറിന്റെ അബ്വാബുകളും പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ ആദ്യ 10 നമ്മിൽ നിന്ന് നാളെ മഗ്രിബോടുകൂടി വിടപറഞ്ഞ് രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 നാം കടക്കുകയായി. എന്റെ ഇന്നലകൾ പടച്ച റബ്ബ് തൃപ്തിപ്പെടുന്ന നിലയിലായിരുന്നുവോ? അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ചിന്തയിലായിരിക്കണം ഇന്നും നാളെയും കഴിച്ചു കടത്താനുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യ പത്തിലുള്ള പടച്ച റബ്ബിന്റെ കാരുണ്യം ലഭ്യമായവർക്ക് മാത്രമാണ് പടച്ച റബ്ബ് രണ്ടാമത്തെ പത്തിലുള്ളതായ മഗ്ഫിറത്തിനെ വിഭാവനം ചെയ്തു വെച്ചിട്ടുള്ളത്.
എന്റെ ഇന്നലകളെ കുറിച്ച് നാം ഒന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് എന്റെ ഇന്നലകളിൽ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നതിനെ പറ്റി നാം ഒന്ന് സ്വയം വിചിന്തനം നടത്തിക്കൊണ്ട് എന്റേതാകുന്നതായ കണ്ണുകൾ കൊണ്ട് ഒരുപാട് ഹറാമുകളിലേക്ക് നോക്കിയിട്ടുണ്ട്. എന്റെ കരങ്ങൾ കൊണ്ട് ഹറാമുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്റെ കൽബുകൾ കൊണ്ട് ഹറാമുകൾ ചിന്തിച്ചിട്ടുണ്ട്. എന്റെ കാതുകൾ കൊണ്ട് ഹറാമുകൾ കേട്ടിട്ടുണ്ട്. എന്റെ നാവുകൾ കൊണ്ട് ഹറാമുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. റബ്ബേ, പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് തന്റെ അടിമകളെ ചേർത്ത് പിടിക്കുകയാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് വല്ലാതെ സ്നേഹമുള്ള റബ്ബ്, അടിമകളെ വല്ലാതെ പരിഗണിക്കുന്ന റബ്ബ്. അവിടുന്ന് പറയുകയാണ്, എന്റെ അടിമകളെ, പാപങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ട് ജീവിച്ചു, സ്വന്തം ശരീരത്തിനോട് അതിക്രമം കാണിച്ചുകൊണ്ട് ജീവിച്ചതായ എന്റെ അടിമകളെ, പരിശുദ്ധമായ റമദാനിലാണ് നിങ്ങൾക്ക് വിഭാവനം ചെയ്തു തന്നില്ലേ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആരും മാറി നിൽക്കണ്ട. ഞാൻ ഒരുപാട് കരുണ ചൊരിയുന്നവരാണ്. നിങ്ങളുടെ ഇന്നലകളിൽ വന്നുപോയ പാപങ്ങളുണ്ടല്ലോ, എല്ലാം ഞാനെന്ന് പുറത്തു തരും അടിമകളെ. നിങ്ങൾ പടച്ച റബ്ബിനോടൊന്ന് പൊട്ടിക്കരയുള്ളൂ. അല്ലാഹുവിന്റെ ദർബാറിലേക്കൊന്ന് കരങ്ങൾ ഉയർത്തണേ. എല്ലാ പാപങ്ങളും ഞാനങ്ങ് പുറത്തു തരുമത്രേ. പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് പറയുമ്പോ, പരിശുദ്ധമായ റമദാനിന്റെ ആദ്യ 10 വിട പറഞ്ഞിട്ടു, പരിശുദ്ധമായ കാരുണ്യത്തിന്റെ 10 വിട പറഞ്ഞിട്ടു, അടുത്ത 10ലേക്ക് കിടക്കുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും വാങ്ങിയിട്ട് പടച്ച റബ്ബിന്റെ പാപമോചനത്തിന്റെ 10ലേക്ക് കിടക്കുമ്പോ അല്ലാഹു എത്രയാണ് ഇഷ്ടപ്പെടുന്നത്. ഗാഫിറുൽ ദംബി വഖാബിലുത് തൗബ്. എന്റെ ഇന്നലകളിൽ വന്നുപോയ പാപങ്ങൾ നിർത്തിയിട്ട്, പരിശുദ്ധമായ റമദാനിനെ മുൻനിർത്തിയിട്ട് പടച്ച റബ്ബേ, എന്റെ പാപങ്ങൾ പൊറുത്തു തരണം എന്ന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരഞ്ഞ് ഉയർത്തിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ സ്വാദിഖുൽ മസ്ദൂഖ്, ഒരു കളവ് പോലും പറയാത്ത തങ്ങളാണ്, ഒരു തിന്മ പോലും പ്രവർത്തിക്കാത്ത തങ്ങളാണ്. തങ്ങളുടെ ജീവിതം ഒന്നെടുത്ത് പരിശോധിക്കുമ്പോ കുല്ലയൗമിൻ 70 മർറ ഔ 100 മർറ, ഓരോ ദിവസവും 100 പ്രാവശ്യമോ 70 പ്രാവശ്യമോ ഹബീബായ തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നുവത്രേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും 70 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ഇസ്തിഗ്ഫാർ പാപമോചനം നടത്തുമായിരുന്നു. ആര്? സ്വാദിഖുൽ മസ്ദൂഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റമദാൻ സമാഗതമായി കഴിയുമ്പോ നിശയുടെ നിശബ്ദതയിൽ നിസ്കരിക്കുകയാണ് നമ്മൾ. കേവലം 45 മിനിറ്റ് കൊണ്ട് തറാവീഹ് നിസ്കരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തറാവീഹ് നിസ്കാരം 3 മണിക്കൂർ 4 മണിക്കൂർ നീണ്ടു നിന്നിട്ട് തങ്ങളുടെ 2 കാലുകളിലേക്ക് നീര് പ്രവഹിക്കുകയാണ്. ഭാര്യയായ ആയിഷ ബീവി ചോദിക്കുന്ന, നബിയേ, തങ്ങളുടെ മുൻപിൻ പാപങ്ങൾ പടച്ച റബ്ബ് പൊറുത്തു തന്നിട്ടുണ്ടല്ലോ, പിന്നെന്തിനാണ് നബിയേ
ഇത്രയേറെ ത്യാഗം സഹിക്കുന്നത്. നമ്മുടെ പള്ളിയിൽ തന്നെ എത്രയോ പ്രായം ചെന്ന ഉപ്പമാര് തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. ചെറുപ്പക്കാർക്ക് പരിശുദ്ധമായ റമദാനിനെ കുറിച്ച് ഓർമ്മ വന്നില്ലേ? സഹോദരങ്ങൾക്ക് പരിശുദ്ധമായ റമദാനിന്റെ മഹത്വം മനസ്സിലായില്ലേ? പരിശുദ്ധമായ റമദാനിനോട് ആരെങ്കിലും മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ, പരിശുദ്ധമായ റമദാൻ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും സ്വഭാവങ്ങള് ഈ പരിശുദ്ധമായ റമദാനിൽ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, പിന്നെ പരിശുദ്ധമായ റമദാന് നമ്മെ ശപിക്കുമെന്നാണ്. നമ്മുടെ ജോലികളിലും ബറക്കത്തുണ്ടാവൂല. ദുനിയാവിന്റെ ജീവിതം നശിച്ച് ആഖിറത്തെ പടച്ച റബ്ബ് ശദീദുൽ ഇഖാബ്. അല്ലാഹു പറയുകയാണ്, കഠിനമായ ശിക്ഷയാണ് നൽകുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവിയോട് പറയുകയാണ്, ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ, എന്റെ പടച്ച റബ്ബിന് നന്ദിയുള്ള ഒരു ദാസനാകണ്ടേ ആയിഷ. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ത്യാഗം സഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പരിത്യാഗം സഹിക്കുന്നതെന്ന് ലോകീക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ആ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമ്മുടെ അവസ്ഥ എന്താ? പരിശുദ്ധമായ റഹ്മത്തിന്റെ 10 വിട പറയുമ്പോൾ, അല്ലാഹുവേ നിന്റെ പ്രത്യേകമായ കാരുണ്യം ലഭിച്ചവരിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ 10ലേക്ക് കടക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റമദാൻ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് വിട പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, റമദാന് മുമ്പ് നടന്ന ശഅബാൻ മാസത്തിൽ ഒരു യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൽ 3 ചെറുപ്പക്കാര് പങ്കെടുത്തിരുന്നു. 2 പേര് ആ യുദ്ധത്തിൽ വെച്ച് ഷഹീദായി. ഒരാള് പരിശുദ്ധമായ ശഅബാൻ മാസം കഴിഞ്ഞ്, പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞ്, പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലാണ് ഒരാൾ മരണപ്പെടുന്നത്. ആഖിറമാകുന്ന പ്രവിശാലമായ ലോകത്തിലേക്ക് കടന്നു വരുമ്പോ ഈ 3 ആളുകളും കുതിരപ്പുറത്ത് കയറി സ്വർഗത്തിലേക്ക് പ്രവേശനം നടത്തുകയാണ്. എന്നാൽ പരിശുദ്ധമായ റമദാന് ശേഷം മരിച്ച ശവ്വാലിൽ മരണപ്പെട്ട വ്യക്തി ആദ്യം സ്വർഗത്തിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എങ്ങനെയാണിത്? യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായവരല്ലേ ഫസ്റ്റിലെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ളത്? ഇത് യുദ്ധത്തിൽ ഷഹീദായവരെക്കാളും മുൻപന്തിയിലായിട്ട് റമദാനും കഴിഞ്ഞ് ശവ്വാലിൽ മരണപ്പെട്ട വ്യക്തി സ്വർഗത്തിലേക്ക് കടന്നല്ലോ. ആ സമയത്ത് പടച്ച റബ്ബിനോട് അറിയിക്കുകയാണ്, മറ്റു 2 പേരെക്കാളും ഒരു റമദാൻ അധികം സൂക്ഷിച്ച മനുഷ്യനാണ് ഈ മനുഷ്യൻ. മറ്റു മനുഷ്യർ ചിലപ്പോൾ 33 റമദാനായിരിക്കും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതെങ്കിലും ഈ മനുഷ്യന്റെ ജീവിതത്തിൽ 34 റമദാനായിട്ടുണ്ട്. കേവലം നമ്മളെ പോലെ രാവിലെ മുതൽ രാത്രി വരെ ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല അവരുടെ നോമ്പ്. മറിച്ച് പടച്ച റബ്ബ് പരിശുദ്ധമായ റമദാനിൽ എന്തെല്ലാം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇഫ്താറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, പാപങ്ങൾ ചേർത്ത് പിടിക്കൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ട് അവരങ്ങ് നോമ്പനുഷ്ഠിച്ചപ്പോ ആ യുദ്ധത്തിൽ ഷഹീദായവരെക്കാളും ഒരു പടി മുൻപന്തി പരിശുദ്ധമായ
ഇഫ്താറുകൾ നടത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരായ മനുഷ്യര് ഫസ്റ്റ് സ്വർഗത്തിലേക്ക് കടന്നുപോയെങ്കിലും നമുക്ക് ഈ ചിന്തിക്കും കഴിഞ്ഞ വർഷം ഞാൻ ഇഫ്താർ നടത്തി, അതുകൊണ്ട് ഈ വർഷം എനിക്ക് ഇഫ്താർ നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനല്ല. വർഷം ഇഫ്താർ, അതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത്, ഇതെല്ലാം വർഷം നമുക്ക് ചെയ്യേണ്ടുന്ന അമലുകളാണ്. ഇതിന്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ? ഈ പ്രവർത്തനങ്ങൾ ആരൊക്കെ ചെയ്യുന്നുവോ അവരുടെ ജീവിതം നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കണം. അടുത്ത വർഷമാകുമ്പോ അവരാരും ദരിദ്രരാവില്ല. അങ്ങനെ ആരെങ്കിലും സ്വതന്ത്ര കൊടുത്ത് ദരിദ്രരാകുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ കഴിയൂല. ഇഫ്താർ നടത്തിയിട്ട് പാപ്പരായ ആരെങ്കിലും നമുക്ക് കാണാൻ കഴിയോ? ഒരിക്കലും കഴിയൂല. ഇതെല്ലാം പടച്ച റബ്ബ് നമുക്ക് നൽകുന്നത് എന്റെ മാർഗത്തിലേക്ക് എത്രയാണ് നിങ്ങൾ ചിലവഴിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മുടെ മഹല്ലത്തിൽ ഒരുപാട് ചിലവുകളുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ തക്കാവിന്റെ പണി വളരെ ഗംഭീരമായി പൂർത്തിയായിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ കൂലി നമ്മുടെ അക്കൗണ്ടിലാണ് വരുന്നത്. കാരണം നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണത്. കഴിഞ്ഞ വർഷം ഈ പള്ളിയിലുണ്ടായതായ എമൗണ്ടുകൾ, ചിലവുകൾ, നമ്മൾ ചെയ്യുന്നതായ സുജൂദ് ചെയ്യുന്നതായ നമ്മളൊരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ ഇതിന്റെ കൂലി വരുന്നത് ഇതിന് ചേർന്ന് നിന്നവർക്കാണ്. എന്നതുപോലെ ഇഫ്താറിന്റെ ചിലവ്